ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമന്തി. എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. 2020 ഇവിടെ കയറിയത്. എന്നിട്ട് റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഇന്ന് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഈ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ജനറൽ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. Organic compounds are vital for sustaining life on Earth and include complex molecules like genetic information bearing deoxyribonucleic acid and proteins that constitute essential compounds of our ബ്ലഡ്, മസിൽസ് ആൻഡ് സ്കിൻ. ഇപ്പം എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? എന്താണ് നമ്മൾ ചുറ്റും കാണുന്നതാണ്. എന്താ നമ്മുടെ ശരീരത്തിലുള്ള കോംപ്ലക്സ് മോളിക്യൂൾസ്, അതായത് DNA-യും പ്രോട്ടീനും എല്ലാം എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സ് അപ്പിയർ ഇൻ മെറ്റീരിയൽസ് ലൈക്ക് ക്ലോത്തിങ്, ഫ്യൂൽസ്, പോളിമേഴ്സ്, ഡൈസ് ആൻഡ് മെഡിസിൻ. ഇപ്പം ഇവിടെ ഓർഗാനിക് എന്താണ് കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ബോഡിയിൽ കോമ്പൗണ്ട്സ് എല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. മാത്രമല്ല ക്ലോത്തിങ്, ഫ്യൂവൽ, പോളിമർ, ഡൈസ്, മെഡിസിൻസ്, ഇതിനകത്തെല്ലാം എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. These are some of the important areas of application of these compounds. Science of organic chemistry is about 200 years old. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി സയൻസ് ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ട്. Around the year 1780, chemists began to distinguish between organic compounds obtained from plants and animals and inorganic compounds prepared from mineral sources. അപ്പം എന്താണ് ഈ 1800 കാലഘട്ടങ്ങളിൽ എന്താണ് കെമിസ്ട്രികൾ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സും ഇനോർഗാനിക് കോമ്പൗണ്ട്സും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് തുടങ്ങിയവർ. ഓക്കെ. Berzelius, a Swedish chemist, proposed that a vital force was responsible for the formation of organic compounds. എന്താണ് ബെർസീലിയസ് എന്ന സയന്റിസ്റ്റ് എന്താണ് പറയുന്നത്? ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവാൻ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ ആവശ്യമുണ്ട്. എന്നാലേ എന്താണ് ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ പിന്നെ ഡിസ്പ്രൂവ് ചെയ്തു. However, this notion was rejected in 1828 when F. Fowler synthesized an organic compound, urea, from an inorganic compound, ammonium cyanide. ഇപ്പം എന്താണ് ഈ വോളർ എന്താണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടായ യൂറിയെ ഇനോർഗാനിക് കോമ്പൗണ്ടായ അമോണിയം സയനൈഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു. അപ്പൊ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തസിസിന് ഈ വൈറ്റൽ ഫോഴ്സ് എന്ന സാധനത്തിന്റെ ആവശ്യം ഇല്ല എന്ന് അയാൾ പ്രൂവ് ചെയ്തു. ഓക്കെ. ദി പൈനിയറിംഗ് സിന്തസിസ് ഓഫ് അസിറ്റിക് ആസിഡ് ബൈ കോൾബ് ആൻഡ് ദാറ്റ് ഓഫ് മീഥൈൻ ബൈ ബെർത്തലോട്ട്. അപ്പൊ എന്താണ് കോൾബ് അസിറ്റിക് ആസിഡ് ഉണ്ടാക്കിയെടുത്തു, ബെർത്തലോട്ട് മീഥൈനെ സിന്തസൈസ് ചെയ്തെടുത്തു. അപ്പൊ ഇത് രണ്ടിനെ സിന്തസൈസിലൂടെ അവർക്ക് എന്താണ് ഒരു കൺക്ലൂഷനിലെത്തി. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കുഡ് ബി സിന്തസൈസ്ഡ് ഫ്രം ഇനോർഗാനിക് സോഴ്സ് ഇൻ ലാബോറട്ടറി. അപ്പൊ എന്താണ് ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സിന്തസിസ് എടുക്കാൻ പറ്റും എന്ന് അവർ പ്രൂവ് ചെയ്തത്. ഓക്കെ. അപ്പൊ അടുത്ത പറയാനുള്ളത് ടെട്രാ വാലൻസ് ഓഫ് കാർബൺ. ഷേപ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ദി ഷേപ്സ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. The knowledge of fundamental concepts of molecular structure helps in understanding and predicting the properties of organic compounds. We have already learned theories of valence and molecular structure in Unit 4. Molecular structure ഒക്കെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന പാഠത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. Also, you already know that tetravalence of carbon and the formation of covalent bonds by it are explained in terms of its electronic configuration and by hybridization of s and p orbitals. എന്താണ് കാർബന്റെ ടെട്രാവാലൻസും എന്താണ് അതിന്റെ എസ് ഓർബിറ്റൽ പി ഓർബിറ്റലിന്റെ കാരണമാണ് എന്താണ് 4 മേൽ എന്റെ കോവാലൻസ് പോകത്തില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. It may be recalled that formation and shapes of molecules like methane, ethene and ethane are explained in terms of the use of sp3, sp2 and sp hybrid orbit. അല്ലെ, ഇപ്പൊ CH4 ആണെങ്കിൽ നമുക്കറിയാം എന്താണ് ഒരു എസും 3 പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് ഒരു 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കിയാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈഥീനിലാണെങ്കിൽ sp3 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും, sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഈഥൈനിലാണെങ്കിൽ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അങ്ങനെയാണ് ബോണ്ടിങ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിരുന്നു. Hybridization influences the bond length and bond enthalpy in compounds. The sp hybrid orbitals contains more s character and hence it is closer to its nucleus and forms shorter and stronger bonds. അപ്പൊ നമുക്കൊരു ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് എന്താണ് അതിന്റെ ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഓർഡർ കൂടും, ബോണ്ട് ലെങ്ത് കുറയും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും കോമ്പൗണ്ടിന്റെ. അതാണ് എസ് ക്യാരക്ടറും തമ്മിലുള്ള റിലേഷൻ. എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് എന്തൊക്കെ സംഭവിക്കും? ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഓർഡർ കൂടും, ബോണ്ട് ലെങ്ത് കുറയും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൂടും, ബോണ്ട് ലെങ്ത് കുറയും. അത് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതനുസരിക്കുന്ന എന്താണ് അപ്പം ആറ്റംസ് അതിനനുസരിച്ച് അത്ര അടുത്ത് വരും, അവരുടെ ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഏറ്റവും എസ് ക്യാരക്ടർ ഉള്ള ആർക്കാണ്? നമ്മൾ sp3, sp2,
എസ് പി, ഈ മൂന്ന് ഓർബിറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ sp3 25% ആണ് എസ് ക്യാരക്ടർ, sp2 33, sp 50% ഉണ്ട്. അപ്പൊ എസ് പിയിലാണ് ഏറ്റവും എസ് ക്യാരക്ടർ ഉള്ളത്, അപ്പൊ അതിനായിരിക്കും ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. The sp hybrid orbital contains more s character and hence it is closer to its nucleus and forms shorter and stronger bonds than sp3 hybrid orbital. അല്ലേ, ഇപ്പൊ sp hybrid orbital s ക്യാരക്ടർ കൂടുതലാണ്, അതുകൊണ്ട് sp3 hybrid orbital അതിനെന്താണ് ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, ബോണ്ട് ഓർഡർ കൂടുതലായിരിക്കും, ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. The sp2 hybrid orbital is intermediate in s character between sp and sp3. അപ്പൊ sp2 യുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, sp-യുടെയും sp3-യുടെയും ഇടയിലാണ് അതിന്റെ ക്യാരക്ടർ വരിക. ഓക്കെ, and hence the length and enthalpy of the bond it forms are also intermediate between them. Okay, നമ്മൾ ബോണ്ട് സ്ട്രെങ്ത് പറയുമ്പോൾ നമ്മൾ ബോണ്ട് എന്താൽപ്പി ആണ് ഇൻഡയറക്ട്ലി പറയുന്നതെന്ന് മനസ്സിലാക്കുക. ബോണ്ട് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ബോണ്ട് എന്താൽപ്പിയും കൂടും. ഓക്കെ, ദി ചേഞ്ച് ഇൻ ഹൈബ്രിഡൈസേഷൻ അഫക്ട് ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ. ഇല്ല, ഹൈബ്രിഡൈസേഷൻ മാറുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി മാറും. നമ്മളോട് ഓൾറെഡി പറഞ്ഞാണ് എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നത് നമ്മൾ പറഞ്ഞു. The greater the s character of the hybrid orbitals, the greater is the electronegativity. അപ്പോൾ s character കൂടുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. Thus, a carbon having an sp orbital hybrid orbital with 50% s character is more electronegative than the possessing sp2 or sp3. അപ്പോൾ എന്താണ്, sp hybrid orbital 50% s character ഉണ്ട്, ബാക്കിയുള്ള അതിനേക്കാളും കുറവാണ്. അപ്പോൾ sp hybrid orbital ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി. Okay, this relative electronegativity is reflected in several physical and chemical properties of the molecules. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്, അവർ പല മോളിക്യൂൾസ് അതിനകത്ത് ഓരോ ചേഞ്ചസ് വരുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കും. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പൈ ബോണ്ട്സ്. In a pi bond formation, parallel orientation of the two p orbitals on adjacent atoms is necessary for a proper sideways overlap. നമ്മൾ പൈ ബോണ്ട് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഹെഡ് ഓൺ ഓവർലാപ്പ് വരുന്ന എന്താണ്, സിഗ്മ ബോണ്ട് വരുന്നത്. പൈ ബോണ്ട് എന്ന് വെച്ചാൽ എന്താണ്, സൈഡ് വേസ് ഓവർലാപ്പ് ആണ് വരുന്നത്. Thus, in CH2 double bond CH2 molecule, all the molecules must be in the same plane. അല്ലേ, അപ്പൊ നമ്മൾ ഈ മോളിക്യൂളിൽ ഈ ആറ്റംസ് ഒരേ പ്ലെയിനിൽ വരണം. പൈ ബോണ്ട് അതില്ലാത്ത പ്ലെയിനിലൂടെ ആയിരിക്കും എന്ത്, സൈഡ് വേസ് ഓവർലാപ്പ് നടത്തുന്നത്. The p orbitals are mutually parallel and both the p orbitals are perpendicular to the plane of the molecule. ഇപ്പൊ നമുക്കിവിടെ രണ്ട് കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ കാർബണിന്റെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, 1s2 2s2 2p2 ആണ് അല്ലേ. അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കോൺഫിഗറേഷൻ. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്ത് പറ്റും, ഈ 2s ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ചാടും. അപ്പൊ 1s2 2s1 2p3 ഇതാണ് വരിക എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്റെ കോൺഫിഗറേഷൻ. അപ്പൊ നമുക്കിവിടെ CH2 ഡബിൾ ബോണ്ട് CH2 നമുക്കറിയാം അവിടെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു എസും 2s ഓർബിറ്റൽ, ഇത് 2p ഓർബിറ്റൽ, അതിനകത്ത് ഒരു എസ് രണ്ട് പിയും കൂടെ എന്താണ് കമ്പൈൻ ചെയ്ത് ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ അവിടെ വൺ ബോണ്ട് ആയിട്ട് നിൽക്കുന്ന ഒരു പി ഓർബിറ്റൽ ഉണ്ട്. ആ പി ഓർബിറ്റൽ എന്ത് ചെയ്യും, ഇവിടെ കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അതിന്റെ ഈ പി ഓർബിറ്റൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഇത് സിഗ്മ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പ്ലെയിനിലാണ്. ആ പ്ലെയിൻ അല്ലാണ്ടാണ് അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ രണ്ട് പി ഓർബിറ്റൽ നിൽക്കുന്നത്. അത് തമ്മിൽ ഓവർലാപ്പ് നടത്തും ഇല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൈ ബോണ്ട് നടത്തുന്ന രണ്ട് പി ഓർബിറ്റൽ തമ്മിൽ എന്താണ്, പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അവര് ബോണ്ടിങ് ഉണ്ടാക്കുന്നത് ഈ രണ്ട് മോളിക്യൂൾസ് ബോണ്ട് ചെയ്തിരിക്കുന്ന പ്ലെയിനിലല്ല, അതല്ലാത്തൊരു പ്ലെയിനിലായിരിക്കും ആ പൈ ഓർബിറ്റൽസ് തമ്മിൽ ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് പൈ ബോണ്ട് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. The p orbitals are mutually parallel and both the p orbitals are perpendicular to the plane of the molecule. അപ്പം മോളിക്യൂളിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പൈ ബോണ്ട് നിൽക്കുന്നത്. Rotation of one CH2 fragment with respect to the other interferes with maximum overlap of p orbital and therefore such a rotation about carbon-carbon double bond is restricted. അപ്പൊ എന്താണ്, നമുക്ക് ഇങ്ങനെ ഇപ്പൊ മോളിക്യൂൾസ് ഒരു പ്ലെയിനിൽ ബോണ്ട് ചെയ്തിരിക്കുന്നു, പൈ ഓർബിറ്റ് എന്താണ് പൈ ബോണ്ട് വേറൊരു പ്ലെയിനിൽ നിൽക്കുന്നു. അപ്പൊ അത് കാരണം എന്താണ്, ഈ കാർബൺ ഈ രണ്ട് ആറ്റംസ് തമ്മിൽ റൊട്ടേഷൻ ഉണ്ട്. എന്താണ്, ഈ പൈ ബോണ്ട് കാരണം അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ റൊട്ടേഷൻ കാർബൺ ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്താണ്, റൊട്ടേഷൻ പോസിബിൾ അല്ല. ഓക്കെ, the electron charge cloud of the pi bond is located above and below the plane of the bonding atom. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് മോളിക്യൂളിന്റെ പ്ലെയിൻ, ബോണ്ടിങ് പ്ലെയിൻ എന്ന് പറയുന്നതാണ്. പൈ ബോണ്ടിന്റെ ഇലക്ട്രോൺസ് നിൽക്കുന്നത് എന്താണ്, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് നിൽക്കുന്നത്. This results in the electrons being easily available to the attacking reagents. അപ്പൊ എന്താണ്, നമുക്ക് വരുന്നൊരു അറ്റാക്കിംഗ് റിയേജൻ നമ്മൾ ഇടുമ്പോൾ എന്താണ്, ഈ പെർപെൻഡിക്കുലർ നിൽക്കുന്ന ഈ ഇലക്ട്രോൺ ക്ലൗഡ് എന്താണ് അവർക്ക് റെഡിലി അവൈലബിൾ ആണ്. ഓക്കെ,
ഇൻ ജനറൽ പൈ ബോൺസ് പ്രൊവൈഡ് ദി മോസ്റ്റ് റിയാക്റ്റീവ് സെന്റേഴ്സ് ഇൻ ദി മോളിക്യൂൾസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോൺസ്. ഇപ്പൊ എന്താണ് പൈ ബോൺസ് എന്താണ്, അതാണ് ഒരു എന്താണ് മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള ഒരു മോളിക്യൂൾ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് എന്താണ് പൈ ബോൺസിൽ ഉള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് കാരണം ഇലക്ട്രോൺസ് റെഡിലി അവൈലബിൾ ആയതുകൊണ്ട് അറ്റാക്കിംഗ് റിയേജൻസ് നേരെ ഇലക്ട്രോണിന് വേണ്ടി പോകും. ഓക്കെ, അതുകൊണ്ട് പൈ ബോണ്ട് വരുന്ന മൾട്ടിപ്പിൾ ബോൺസ് വരുമ്പോൾ മോളിക്യൂൾസ് കൂടുതൽ റിയാക്റ്റീവ് ആവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെയൊക്കെയാണ് വരച്ച് കാണിക്കുന്നതാണ് ഈ പറയുന്നത്. കംപ്ലീറ്റ് കണ്ടൻസ്ഡ് ആൻഡ് ബോണ്ട്-ലൈക്ക് സ്ട്രക്ചറൽ ഫോർമുലാസ്. Structures of organic compounds are represented in several ways. The Lewis structures or dot structure, dash structure, condensed structure, and bond-like structure formulas are some of these specific types. അപ്പോൾ എന്താണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് വരച്ച് കാണിക്കുന്ന പല രീതിയിലാണ് പറയുന്നത്. ലൂയിസ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാറ്റത്തിന് ചുറ്റും എന്താണ് ഇലക്ട്രോൺസ് ഡോട്ട് ആയിട്ട് വെച്ച് വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഡാഷ് സ്ട്രക്ചർ, കണ്ടൻസ് സ്ട്രക്ചർ, ബോണ്ട്-ലൈക്ക് സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. The Lewis structure, however, can be simplified by representing the two electron covalent bond by a dash. അപ്പം ലൂയിസ് സ്ട്രക്ചർ നമ്മൾ ഇലക്ട്രോൺസ് ഡോട്ട് വെച്ചാണ് കാണിക്കുന്നത്. അവിടെ ബോണ്ട് ഉണ്ടെങ്കിൽ ആ രണ്ട് ഇലക്ട്രോണിന് പകരം ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന രണ്ട് ഇലക്ട്രോണിന് പകരം നമ്മൾ ഒരു 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 വര അവിടെ വരയ്ക്കും, ഡാഷ് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, such a structural formula focus on the electrons involved in bond formation. അല്ല, അപ്പൊ നമ്മൾ ബോണ്ടിങ് ഇലക്ട്രോൺസിന് നമ്മൾ ഒരു ഡാഷ് വെച്ച് കാണിക്കും. ഇപ്പം ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസിനാണ് അവിടെ കൂടുതൽ എംഫസിസ് ഉള്ളത്. A single dash represents a single bond. Double dash is used for double bond and triple dash represents the triple bond. അപ്പോൾ നമ്മൾ ഒറ്റ വരാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ സിംഗിൾ ബോണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് രണ്ട് ആറ്റംസ് ഓരോ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തു ഒറ്റ ബോണ്ട് ഉണ്ടാക്കുന്നതിന് സിംഗിൾ ബോണ്ട് നമ്മൾ ഒരു ഡാഷ് വെച്ച് വരയ്ക്കുന്നു. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആ ബോണ്ടിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺസ് 4, ഓരോ ആറ്റവും 2 ഇലക്ട്രോൺ വെച്ച് കൊടുക്കുന്നു. ഡബിൾ ഡാഷ് കാണിക്കുമ്പോൾ ഡബിൾ ബോണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ട്രിപ്പിൾ ബോണ്ട് ഓരോ ഇലക്ട്രോൺ 3 ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്തുള്ള എന്താണ് കോവാലന്റ് ബോണ്ടിൽ മൊത്തത്തിൽ 6 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. നമ്മൾ ട്രിപ്പിൾ ബോണ്ട് 3 ഡാഷ് വെച്ച് കാണിക്കും. അതുകൊണ്ട് ഈഥേനിൽ ഓരോ കാർബൺ തമ്മിൽ ഓരോ ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്, ഒറ്റ ഡാഷ് വെച്ച് കാണിക്കുന്നു. അവിടെ 2 ഇലക്ട്രോൺ ഓരോ കാർബൺ ഇവിടെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഡബിൾ ഡാഷ് വന്നു. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ട്രിപ്പിൾ ഡാഷ്. ഓക്കെ, ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഓൺ ഹെറ്ററോ ആറ്റംസ് മേ ഓർ മേ നോട്ട് ബി ഷുഡ്. ഇപ്പൊ നമ്മൾ കാർബൺ അല്ലാത്ത ആറ്റംസിൽ എന്താണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്താ ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കാണ്ടിരിക്കാം. അത് കാണിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ലൂസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ കാണിക്കുമായിരുന്നു. Thus, ethene and methanol can be represented by the following structural formulas. അപ്പോൾ നമുക്കിവിടെ എത്തീന്റെയും മെത്തനോളിന്റെ ഒക്കെ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈഥേനിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണുള്ളത്. മാത്രമല്ല കാർബൺ ഹൈഡ്രജൻ എല്ലാം ഒറ്റ ബോണ്ട്. ഇനി ഈഥീനിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈഥേൻ എന്നാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. പിന്നെ മെത്തനോള് ഇവിടെ കാർബൺ ഇല്ലാത്ത ആറ്റം ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ കാണിക്കേണ്ടത് ഇങ്ങനെ മറിയും. ഓക്കെ, these structural formulas can be further abbreviated by omitting some or all of the dashes representing covalent bonds and by indicating the number of identical groups attached to an atom by a subscript. അപ്പൊ എന്താണ് നമുക്ക് ഈ ഡാഷ് ഒന്നും ഇല്ലാണ്ടേ നമുക്ക് എഴുതാം. The resulting expression of the compound is called a condensed structure form. നമ്മൾ ഡാഷും എന്താണ് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാണ്ട് നമ്മൾ എഴുതുന്നതാണ്, അതിനെയാണ് നമ്മൾ എന്ത് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ എഴുതുന്നത്. അതാണ് നമ്മൾ സാധാരണ എഴുതുന്ന മോളിക്യൂളിന്റെ ഫോർമുലാസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിന്റെ CH3 CH2, ഇതിന്റെ CH2 ഡബിൾ ബോണ്ട് CH2, ഇതിന്റെ CH ഡബിൾ ട്രിപ്പിൾ ബോണ്ട് CH, മെത്തനോൾ CH3OH. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ വിളിക്കുന്നത്. സിമിലർലി CH3 CH2 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 CH. ഇപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട് മൊത്തത്തില്? 1 2 3 4 5 6 7 8. ഇവിടെ 8 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. ഒക്ടേൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിനകത്ത് CH2 എന്താണ്? CH2 6 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? CH2 എന്ന ഗ്രൂപ്പ് 6 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ ആ CH2 6 പ്രാവശ്യം വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ബ്രാക്കറ്റിൽ 6 എന്ന് എഴുതി എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും CH3 നമുക്ക് എഴുതാം. ഓക്കെ, ഒരേ ഗ്രൂപ്പുകൾ ഒരുപാട് എഴുതുന്നതിനും ബ്രാക്കറ്റിലിട്ട് എത്ര എണ്ണം ഉണ്ട് അത് സൈഡിൽ നമുക്ക് എഴുതി അങ്ങനെ നമുക്ക് കണ്ടൻസ്ഡ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, for further simplification, organic chemistry is another way of representing the structures in which only lines are used. ഇപ്പൊ എന്താണ് ലൈൻസ് മാത്രം ഉപയോഗിച്ച് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കാണിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ സ്ട്രക്ചർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ 8 കാർബണുള്ള ഈ ഒക്ടേൻ നമ്മൾ എങ്ങനെ കാണിക്കുന്നത്? നമ്മൾ ഇത് ഇങ്ങനെ കാണിച്ചാൽ മതി. സിക്സാക് മാനറിൽ നമ്മൾ വരയ്ക്കും 8 കാർബണുള്ള കോമ്പൗണ്ട്.
നമ്മൾ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക ടെർമിനൽ റീജിയനിൽ എന്താണ് അവിടെ CH3 ഗ്രൂപ്പാണ്, ബാക്കി എല്ലായിടത്തും CH2 ആണ് വരുന്നത്. നമ്മൾ അണ്ടർസ്റ്റുഡ്. ഇപ്പൊ ഇങ്ങനെ വരച്ചാൽ അത് ഒക്ടേൻ ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബോണ്ടിൻ സ്ട്രക്ചർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. Carbon and hydrogen atoms are not shown and the lines representing the carbon-carbon bonds are drawn in a zigzag fashion. നമ്മൾ കാർബണും ഹൈഡ്രജനും അവിടെ വരയ്ക്കത്തില്ല. എന്താണ് കാർബൺ ബോൺസിനെ നമ്മൾ അവിടെ സിക്സാഗ് മാനറിൽ വരയ്ക്കും. സ്ട്രൈറ്റ് വരച്ചാൽ എത്ര ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സിക്സാഗ് എന്ന് വരയ്ക്കും. The only atoms specifically written are oxygen, chlorine, nitrogen, etc. അപ്പൊ എന്താണ് ഈ കാർബണും ഹൈഡ്രജൻ ഇല്ലാത്ത ആറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ഈ ബോണ്ടിൻ എന്താണ് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ നമ്മൾ ആറ്റംസ് അതേപോലെ നമ്മൾ എഴുതാറുള്ളൂ. The terminals denote methyl groups unless indicated otherwise by a functional group. നമ്മളിവിടെ ഒക്ടേൻ വരച്ചപ്പം നമ്മളിവിടെ എന്താണ് എൻഡിൽ ഒന്നും എഴുതിയിട്ടില്ല അല്ലേ? ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് അണ്ടർസ്റ്റുഡ് ആണ്. എന്ത് ആ ടെർമിനൽ ഗ്രൂപ്പ് അവിടെ എന്താണ് CH3 ആണ്, നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. While the line junctions denote carbon-carbon bonds to appropriate number of hydrogen required to satisfy the valence of the carbon atom. ഇല്ല, അപ്പൊ നമുക്ക് ഇവിടെ ഈ ലൈൻ ജംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഒരു ബോണ്ട് വരച്ചതേ ഉള്ളൂ അല്ലേ? ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. ആ കാർബൺ ആറ്റം കൊണ്ട് രണ്ട് ബോണ്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാർബണിന്റെ വാലൻസ് സൈറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസും കൂടെ ഇവിടെ ഉണ്ടെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് ഈ ഡയഗ്രത്തിൽ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അത് നമ്മളിവിടെ എഴുതി കാണിക്കത്തില്ല. ഓക്കെ, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ കണ്ടന്റ് സ്ട്രക്ചർ ആണ് അല്ലേ? കണ്ടന്റ് സ്ട്രക്ചർ ഫോർമുലയാണ് ഇത്. ഇത് നമ്മുടെ ഡാഷ് സ്ട്രക്ചർ ആണ്. ഇതാണ് നമ്മൾ അവസാനം പഠിച്ച ബോണ്ട് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അതേപോലെ തന്നെ 2-bromobutane എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടൻസ് ഫോം, ഡാഷ് ഫോം, ബോണ്ട് ലൈൻ ഫോം ഇത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ സെക്കൻഡ് കാർബണിൽ ബ്രോമിൻ വരുന്നുണ്ട്. നമ്മൾ ഡാഷ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് കാർബണിൽ ബ്രോമിൻ വരുന്നുണ്ട്. ബ്രോമിൻ എന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനും അല്ലാത്ത ഒരു ആറ്റം ആയതുകൊണ്ട് അത് നമ്മൾ ഇവിടെ എന്താണ് ബോണ്ട് ലൈൻ സ്ട്രക്ചറിൽ ബ്രോമിൻ അവിടെ സെപ്പറേറ്റ് നമ്മൾ സിമ്പിൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി സൈക്ലിക് കോമ്പൗണ്ട്സ് വരും. ഈ സൈക്ലിക് കോമ്പൗണ്ട്സ് ദി ബോണ്ട് ലൈൻ ഫോർമുലാസ് മേ ബി ഗിവൺ ആസ് ഫോളോസ്. നമുക്ക് സൈക്ലോപ്രോപ്പൈൻ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല ജസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ വരച്ച് കാണിക്കും. സൈക്ലോപെന്റേൻ വരുമ്പോൾ അത് 5 സൈഡുള്ള പെന്റകൾ നമ്മൾ വരയ്ക്കുന്നു. ഇത് സൈക്ലോപെന്റേൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ്. ഈ ക്ലോറോ സൈക്ലോ ഹെക്സൈൻ. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് കാർബണോ ഹൈഡ്രജനോ അല്ലാത്ത ഏതെങ്കിലും ആറ്റം ഉണ്ടെങ്കിൽ അതിനെ മാത്രം നമ്മളെടുത്ത് എഴുതി ബാക്കി നമ്മൾ അതേപോലെ റിങ് വരച്ച് വെച്ചു. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് 3-dimensional representation of organic molecules. The 3D structure of organic molecules can be represented on paper by using certain conventions. അപ്പോൾ 3D എന്താണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന് 3D സ്ട്രക്ചർ നമുക്ക് പേപ്പർ വരയ്ക്കാൻ കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. For example, by using solid and a dashed wedge formula, the 3D image of a molecule from a 2-dimensional picture can be perceived. ഇപ്പൊ എന്താ നമ്മൾ ബോണ്ടിന് സോളിഡ് ലൈൻസും ഡാഷ്ഡ് വെഡ്ജ് ഫോർമുല ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ പേപ്പറിൽ ഒരു 3D ഇമേജ് നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് നോക്കാം. ഇൻ ദീസ് ഫോർമുലാസ് ദി സോളിഡ് വെഡ്ജ് ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ബോണ്ട് പ്രൊജക്റ്റിംഗ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് പേപ്പർ. നമുക്ക് പേപ്പറിന്റെ പ്ലെയിനിന്റെ പുറത്തേക്ക് ഒരു ബോണ്ട് നമുക്ക് കാണിക്കണമെങ്കിൽ അതിന് നമ്മൾ ഈ സോളിഡ് ലൈൻ വെച്ച് കാണിക്കും. ഓക്കെ, ഈ വെഡ്ജ് കാണിക്കുന്ന എന്താ, വെഡ്ജ് ഡാഷ് ഉപയോഗിക്കുന്നത് നമ്മൾ ബോണ്ട് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, അകത്തേക്ക് പോകുന്നു. പേപ്പർ നമ്മൾ കൺസിഡർ ചെയ്യും. പേപ്പർ എന്താണ് ഒരു 2D പ്ലെയിൻ ആണ് നമുക്കുള്ളത് അല്ലേ? അപ്പൊ ആ 2D പ്ലെയിനിൽ നമ്മുടെ പേപ്പർ ഉണ്ട്. ആ 2D പ്ലെയിനിൽ നമ്മൾ സോളിഡ് ഡാഷ് ആണ് വരയ്ക്കുന്നതെങ്കിൽ അതിനർത്ഥം ഈ ബോണ്ട് പേപ്പറിന്റെ പ്ലെയിനിന് വെളിയിലോട്ടാണ് വരുന്നത്. അതേസമയം നമ്മൾ ഇതേപോലെ വെഡ്ജ് ഡാഷ് ആണ് വരയ്ക്കുന്നതെങ്കിൽ എന്താ അതിനർത്ഥം ആ ബോണ്ട് പേപ്പറിന്റെ പ്ലെയിനിന്റെ അകത്തേക്കാണ് നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, the dashed wedge is used to depict the bond projecting out of the plane of the paper and away from the observer. അപ്പം പേപ്പറിന്റെ പ്ലെയിനിന്റെ പുറത്തേക്ക് ആൻഡ് away from the observer എന്ന് വെച്ചാൽ പേപ്പറിന്റെ അകത്തേക്ക് പോകുന്ന ഒരു ബോണ്ട്, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. പേപ്പറിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ബോണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഡാഷ്ഡ് വെഡ്ജ് വന്നാൽ. ഓക്കെ, wedges are shown in such a way that the broad end of the wedge is towards the observer. The bonds lying in plane of the paper are depicted by using a normal line. ഇപ്പൊ നമ്മൾ ഒരു സാധനത്തിന്റെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ 3D സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ 3 ലൈൻസ് ആണ് നമുക്ക് കാണുക അല്ലേ? ഒന്ന് സോളിഡ് ഡാഷ്,
പിന്നൊന്ന് വെജ് ഡാഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലേ. അപ്പൊ അറിയേണ്ടത് എന്താണ്? സോളിഡ് എന്ന് വെച്ചാൽ പേപ്പറിന്റെ പുറത്തേക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന ബോണ്ട്. എന്താണ് വെജ് ഡാഷ് വന്നാൽ എന്താണ് പേപ്പറിന്റെ അകത്തേക്ക് എന്താണ് പേപ്പറിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കുന്ന ഒരു ബോണ്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം. നോർമൽ ലൈൻ വന്നാൽ പേപ്പറിന്റെ പ്ലെയിനിൽ വരുന്ന ഒരു ബോണ്ടാണ് നോർമൽ ഡാഷ് വരും. ഓക്കെ, നമ്മൾക്ക് മീഥേൻ മോളിക്യൂളിന്റെ 3D റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അവിടെ 2 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് നമ്മുടെ പേപ്പറിന്റെ പ്ലെയിനിൽ നിൽക്കുന്നു. ഒന്ന് പേപ്പറിന്റെ പ്ലെയിനിൽ പുറത്തേക്ക്, ഒന്ന് പേപ്പറിന്റെ പ്ലെയിനിൽ അകത്തേക്ക് പോകും. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് സ്ട്രക്ചർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പഠിച്ചു അല്ലേ? കണ്ടൻസ്ഡ് ഫോം പഠിച്ചു, ഡാഷ് ഫോം പഠിച്ചു, ബോണ്ട് ലൈൻ ഫോം പഠിച്ചു. പിന്നെ അതിന് 3D റെപ്രസെന്റേഷൻ പഠിച്ചു. എന്താണ് സോളിഡ്, എന്താണ് വെജ് ഫോം, വെജ് ഡാഷ്, സോളിഡ് ഡാഷ്, പിന്നെ നോർമൽ ഡാഷ് വെച്ച് നമ്മൾ 3D റെപ്രസെന്റേഷൻ എങ്ങനെ വരയ്ക്കും നമ്മൾ പറഞ്ഞു. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. The existing large number of organic compounds and their ever-increasing numbers has made it necessary to classify them on the basis of their structures. Organic compounds are broadly classified as follows. Organic compounds broadly classified എങ്ങനെയാണ്? ഒന്നുകിൽ നമുക്ക് അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്. സൈക്ലിക് അല്ലാത്തത് അതിന്റെ തമ്മിൽ ബോണ്ട് വരാത്ത കോമ്പൗണ്ട്സ്. പിന്നെ രണ്ടാമത്തത് സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് കോമ്പൗണ്ട്സ്. ചെയിൻസ് തമ്മിൽ മീറ്റ് ചെയ്ത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ചെയിൻസ് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിച്ചു. ഇത് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ആലിസൈക്ലിക്കും ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ആലിസൈക്ലിക്കിന് നമുക്ക് എന്തായാലും ഹോമോസൈക്ലിക്, പിന്നെ ഹെട്രോസൈക്ലിക് എന്ന് വിളിക്കും. ആരോമാറ്റിക്കിനെ നമ്മൾ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്നും നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്നും ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രോഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. These compounds are also called as aliphatic compounds and consist of straight or branched chain compounds. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. അവർക്ക് എന്താണ് ഒന്നെങ്കിൽ സ്ട്രേറ്റ് ചെയിൻ വരാം, അല്ലെങ്കിൽ അതിനകത്ത് ബ്രാഞ്ചിങ്ങും വരാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് എന്താണ് സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ്. 2 ആറ്റംസ്, 2 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ഐസോബ്യൂട്ടൈൻ വരുമ്പോൾ എന്താണ് ഇവിടെ ഒരു CH3 ബ്രാഞ്ചിങ് വരുന്നുണ്ട്. അസറ്റാൽഡിഹൈഡ് സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ്. അസിറ്റിക് ആസിഡ് സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ട്. ഓക്കെ, ഇത് രണ്ടാമത്തെ സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് കോമ്പൗണ്ട്. റിംഗ് കോമ്പൗണ്ട്സിന് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ആലിസൈക്ലിക് കോമ്പൗണ്ട്. ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് contain carbon atoms joined in the form of ring. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്ലോപ്രോപ്പീൻ, സൈക്ലോപെന്റേൻ, സൈക്ലോഹെക്സേൻ. ഓക്കെ, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് സൈക്ലോഹെക്സേൻ. ഇത് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് പേര് മാറിപ്പോയിരിക്കും. ഓക്കെ, sometimes atoms other than carbon are also present in the ring. ഇപ്പൊ കാർബൺ അല്ലാത്ത ആറ്റംസ് എന്താണ് റിംഗിൽ വരാം. അതിന് നമ്മൾ ഹെട്രോസൈക്ലിക് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ടെട്രാഹൈഡ്രോഫുരാൻ, നമ്മൾ THF എന്ന് ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുന്ന കോമ്പൗണ്ട്. ടെട്രാഹൈഡ്രോഫുരാൻ നമുക്ക് ഒരു 5 മെമ്പർ റിംഗ് ആണുള്ളത്. അതിനകത്ത് ഒരു മെമ്പർ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. ബാക്കി 4 ആറ്റംസ് കാർബൺ. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് ആരോമാറ്റിക് കോമ്പൗണ്ട്. These include benzene and other related ring compounds. Like alicyclic compounds, aromatic compounds may also have heteroatom in the ring. ഇപ്പൊ എന്താണ് alicyclic compounds നമ്മൾ പറഞ്ഞ പോലെ ഈ എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സിൽ എന്താണ് കാർബണിന് പകരം വേറെ ഏതെങ്കിലും ആറ്റംസ് വരാം. ഓക്കെ, അപ്പൊ ഹെട്രോസൈക്ലിക് റിംഗ്സ് ഇവിടെയും പോസിബിൾ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. അതിന് കുറച്ച് എക്സാമ്പിൾസ്. ആദ്യം ബെൻസീനോട് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണ് നമ്മുടെ ബേസിക് യൂണിറ്റ് ആയിട്ട് നമ്മുടെ ബെൻസീൻ റിംഗ് ആണ്. ഓക്കെ, ബെൻസീൻ. പിന്നെ ബെൻസീൻ റിംഗിൽ NH2 ഗ്രൂപ്പ് വന്നാൽ നമ്മൾ അതിനെ ആൻലീൻ എന്ന് വിളിക്കുന്നു. 2 ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്തു, അതാണ് നാഫ്തലീൻ സ്ട്രക്ചർ. നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് അവിടെ ഇപ്പൊ എന്താണ് 6 മെമ്പർ റിംഗ് അല്ല വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രോപ്പോണിൽ നമുക്ക് 7 മെമ്പർ റിംഗ് ഉണ്ട്, അതിനകത്ത് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതാണ് ട്രോപ്പോൺ. പിന്നെ ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് കോമ്പൗണ്ട്സിൽ കാർബൺ അല്ലാത്ത ഒരു ആറ്റം, ഇവിടെ ഫസ്റ്റ് ഫ്യൂരാനിൽ ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്സിജന് പകരം സൾഫർ വന്നാൽ തയോഫീൻ.
നമ്മുടെ ബെൻസീൻ റിംഗിൽ ഒരു കാർബണിന് പകരം എന്താണ് നൈട്രജൻ കയറി എന്നുള്ളത് നമ്മൾ പിരിഡീൻ എന്ന് വിളിക്കും. ഓക്കെ, അത് നമുക്ക് പറയാനുള്ളത് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പൊ എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്? The functional group is an atom or a group of atoms joined to the carbon chain which is responsible for the characteristic chemical properties of the organic compound. കാർബൺ അല്ലാത്ത എന്തെങ്കിലും ഒരു ആറ്റം നമ്മുടെ കാർബൺ ചെയിനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ആ അറ്റാച്ച് ചെയ്ത ആ ഗ്രൂപ്പ് കാരണം അതിന്റെ പ്രോപ്പർട്ടീസിൽ ഒരു വ്യത്യാസം വരുന്നു. നോർമൽ എന്താണ് ആലിഫാറ്റിക് ചെയിനിന് പകരം ആലിഫാറ്റിക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വരുന്ന പ്രോപ്പർട്ടീസിന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഈ വെളിയിൽ നിന്ന് വന്ന് അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് കാരണം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് നമ്മൾ CHO ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആണ് COH ഗ്രൂപ്പ്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഹോമോലോഗസ് സീരീസ്. A group or a series of organic compounds each containing a characteristic functional group form the homologous series and the members of the series are called homologs. അപ്പൊ നമുക്ക് ഒരുപാട് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പം ഒരേ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് ഒരു ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ COH ഗ്രൂപ്പ് വരുന്നതിന് എല്ലാത്തിനും നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മളെല്ലാം ഈ കാർബോക്സിലിക് ആസിഡ്സ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വന്ന് കയറുന്നതിനെല്ലാം നമ്മൾ ഒരു ഹോമോലോഗസ് സീരീസ് വിളിക്കുന്നു. അപ്പൊ അതേപോലെ CHO ഗ്രൂപ്പ് വന്ന് കയറുന്നതിന് നമ്മൾ വേറൊരു ഹോമോലോഗസ് സീരീസ് വിളിക്കുന്നു. അതേപോലെ OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സി ഗ്രൂപ്പ് വന്ന് കയറുന്നതിന് വേറൊരു ഹോമോലോഗസ് സീരീസ് നമ്മൾ പറയും. ഓക്കെ, the members of a homologous series can be represented by general molecular formula and the successive members differ from each other in a molecular formula by a CH2 unit. ഇപ്പൊ നമുക്ക് ഇവിടെ കാർബോക്സിലിക് ആസിഡ് എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, HCOH ഇതാണ് ഫോർമിക് ആസിഡ്. അല്ല, അവിടെ ഒറ്റ കാർബൺ ആറ്റേ ഉള്ളൂ. അതേപോലെ CH3COH അസ്റ്റിക് ആസിഡ്, അവിടെ ഒരു കാർബൺ ആറ്റം കൂടി നമുക്ക് കൂടി അല്ലേ. ഇനി CH3CH2COH ഇപ്പൊ എന്താ ഇത് പ്രൊപ്പനോയിക് ആസിഡ്. അപ്പൊ നമ്മൾ ഇത് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണ് ഇവർ തമ്മിൽ വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് അതിനാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഹോമോലോഗ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു ഹോമോലോഗസ് സീരീസിലെ ഓരോ മെമ്പറിനെ നമ്മൾ ഹോമോലോഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ, there are a number of homologous series of organic compounds. Some of these are എന്താണ് ഹോമോലോഗസ് സീരീസിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ആൽക്കെയിൻസ്, എല്ലാം കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് വരുന്നത്. ആൽക്കീൻസ്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഒന്നെങ്കിലും കാണും. ആൽക്കൈൻസ് എന്ന് വെച്ചാൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് എന്തെങ്കിലും കാണും. ഹാലോ ആൽക്കെയിൻസ്, ഒരു ഹാലജൻ എന്താണ് ഹാലൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്, എന്താ ഹാലജൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത് ഹാലോ ആൽക്കെയിൻസ്. പിന്നെ ആൽക്കനോൾസ്, ആൽക്കനാൽസ്, ആൽക്കനോൺസ്, എന്താണ് OH ഗ്രൂപ്പ് വരുന്നത്, CHO ഗ്രൂപ്പ് വരുന്നത്, C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് വരുന്നത്, പിന്നെ ആൽക്കനോയിക് ആസിഡ്സ് നമ്മുടെ COH ഗ്രൂപ്പ് വരുന്നത്, അമീൻസ് NH ഗ്രൂപ്പ് അറ്റാച്ച്. അപ്പം ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ബോണ്ട് എന്താണ് ബോണ്ട് ക്യാരക്ടറിസ്റ്റിക് വ്യത്യാസം വരുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഹോമോലോഗസ് സീരീസ് നമുക്ക് പറയാൻ പറ്റും. It is also possible that a compound contains two or more identical or different functional groups. This gives rise to polyfunctional compounds. ഇപ്പൊ എന്താണ് ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒന്നിലധികം ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് വരുമ്പോൾ അല്ലേ, അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമുക്ക് പോളിഫങ്ഷണൽ കോമ്പൗണ്ട്സ് നമുക്ക് വിളിക്കാം. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിന്തിക്കാം, നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട് CH3 CH3 OH ഗ്രൂപ്പ് ഉണ്ട്, ഇത് ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പം ഇവിടെ രണ്ട് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു, ഒരു ഹാലജനും ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമുക്ക് പോളിഫങ്ഷണൽ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് പറയാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. Organic chemistry deals with millions of compounds. In order to clearly identify them, a systematic method of naming has been developed and is known as the IUPAC system of nomenclature. എന്താണ് നമ്മൾ ഏതൊരു കോമ്പൗണ്ടിനും ഇവിടെ നോമൻക്ലേച്ചറിന് വേണ്ടി IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഉണ്ട്. അതാണ് നമുക്കിവിടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിമിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സിസ്റ്റം. In the systematic nomenclature, the names are correlated with the structure such that the reader or listeners can deduce structure from the name. അപ്പൊ നമുക്ക് IUPAC സിസ്റ്റം വെച്ച് എന്താണ് ഉപയോഗിക്കേണ്ട കാരണം എന്താണ്, നമ്മൾ ഒരു സാധനത്തിന്റെ IUPAC നെയിം നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ നെയിമിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ തിരിച്ച് വരച്ചെടുക്കാൻ പറ്റും. നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന ഒരു പേര് ഉണ്ടാക്കിയെടുക്കുന്നു, ആ പേര് ആര് കേട്ടാലും ആ പേരിൽ നിന്ന് അതിന്റെ സ്ട്രക്ചർ നമുക്ക് തിരിച്ച് വരച്ചെടുക്കാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടിയൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നതാണ് IUPAC സിസ്റ്റം. Before the IUPAC system of nomenclature, however, organic compounds were assigned names based on their origin or certain properties.
IUPAC സിസ്റ്റം വരുന്നതിന് മുമ്പ് എന്താണ് പല ഓർഗാനിക് കോമ്പൗണ്ട്സിനും അത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത് അല്ലെങ്കിൽ അതിന് ചില പ്രോപ്പർട്ടീസ് വെച്ചാണ് അതിന്റെ നെയിമിങ് നമ്മൾ നടത്തിയത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഫോർ ഇൻസ്റ്റൻസ് സിട്രിക് ആസിഡ് ഇസ് നെയിംഡ് സോ ബിക്കോസ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സിട്രസ് ഫ്രൂട്ട്. അപ്പോൾ സിട്രിക് ആസിഡ് എന്താണ് സിട്രസ് ഫ്രൂട്ട്സിൽ കാണുന്നുണ്ട്, അതിന് നമ്മൾ സിട്രിക് ആസിഡ് നമ്മൾ പേര് കൊടുത്തു. ആൻഡ് ദി ആസിഡ് ഫൗണ്ട് ഇൻ റെഡ് ആൻഡ് റെഡ് ആൻഡ്സിൽ കാണുന്ന ആസിഡ് ആണ് ഫോർമിക് ആസിഡ്. കാരണം റെഡ് ആൻഡിന്റെ ലാറ്റിൻ നെയിം ആണ് എന്ത് ഫോർമിക്ക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഫോർമിക് ആസിഡ് വന്നത്. ദീസ് നെയിംസ് ആർ ട്രഡീഷണൽ ആൻഡ് ആർ കൺസിഡേർഡ് ആസ് ട്രിവിയൽ ഓർ കോമൺ നെയിംസ്. അപ്പൊ ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് തന്നിരുന്ന നെയിം എന്താണ് പേര് നമ്മൾ കോമൺ നെയിംസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ട്രിവിയൽ നെയിംസ് എന്ന് പറയും. ഓക്കെ, സം കോമൺ നെയിംസ് ആർ ഫോളോഡ് ഈവൻ ടുഡേ. അപ്പൊ ഇങ്ങനെയുള്ള പല കോമൺ നെയിംസ് എന്താണ് നമ്മൾ ഇപ്പോഴും IUPAC സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബക്ക്മിൻസ്റ്റർ ഫുള്ളറി. എന്താണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറി? C60 കോമ്പൗണ്ട്. കോമൺ നെയിം ഗിവ് ടു ദി ന്യൂലി ഡിസ്കവേർഡ് C60 ക്ലസ്റ്റർ. ബക്ക്മിൻസ്റ്റർ ഫുള്ളറി നമ്മൾ ഗ്രൂപ്പ് 14 പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് എന്ത് C60 എന്താണ് 6 മെമ്പേർഡും 5 മെമ്പേർഡും ആയിട്ടുള്ള കാർബൺ റിങ്സ് ചേർന്ന ഒരു ഫുട്ബോൾ ഷേപ്ഡ് C60 എന്താണ് C60 ഒരു ഫുട്ബോൾ ഷേപ്ഡ് ഒരു കാർബൺ സ്ട്രക്ചർ കിട്ടും. അതിന് നമ്മൾ ബക്ക്മിൻസ്റ്റർ ഫുള്ളറി എന്ന് വിളിക്കുന്നു. അപ്പൊ അതിന് ആ പേര് കിട്ടാനുള്ള കാരണം ബക്ക്മിൻസ്റ്റർ ഫുള്ളർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് ഉണ്ട്. അയാൾ ഈ ഷേപ്പിലുള്ള ഡോമുകൾ ഉണ്ടാക്കുക. അപ്പൊ ആ ഒരു പേര് കാരണം അയാൾ ആ സ്ട്രക്ചർ ഉണ്ടാക്കിയതുകൊണ്ട് അയാളുടെ പേര് വെച്ച് നമ്മൾ ഈ കോമ്പൗണ്ടിനെ വിളിച്ചു. ഇങ്ങനെയുള്ള കോമൺ നെയിംസ് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. കോമൺ നെയിംസ് ആർ യൂസ്ഫുൾ ആൻഡ് ഇൻ മെനി കേസ് ഇൻഡിസ്പെൻസിബിൾ, പർട്ടിക്കുലർലി വെൻ ദി ആൾട്ടർനേറ്റീവ് സിസ്റ്റമാറ്റിക് നെയിംസ് ആർ ലെങ്തി ആൻഡ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ കോമൺ നെയിംസ് ഉപകാരപ്പെടുന്നപ്പോഴാണ് ചില കോമ്പൗണ്ട്സിന്റെ IUPAC നിയമം എഴുതുകയാണെങ്കിൽ അതിന്റെ പേര് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ അതിന് പകരം നമ്മൾ കോമൺ നെയിംസ് അതിനകത്ത് എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നെയിംസ് ഷോർട്ട് ആക്കാം. പക്ഷെ ചില കോമ്പൗണ്ട്സിന്റെ കോമൺ നെയിംസ് ഇവിടെ തന്നിട്ടുണ്ട്. CH4 മീഥൈൻ, പിന്നെ 4 മെമ്പേർഡ് ചെയിൻ എന്താണ് N-ബ്യൂട്ടൈൻ, പിന്നെ CH3 ട്വൈസ് CH3 ഇതിനെ ഐസോബ്യൂട്ടൈൻ എന്ന് വിളിക്കുന്നു. പിന്നെ നിയോപെന്റൈൻ CH3 4C, പിന്നെ N-പ്രൊപ്പൈൽ ആൽക്കഹോൾ HCHO ഫോർമാലിറ്റി. അപ്പൊ ഇങ്ങനെ പല കോമ്പൗണ്ട്സിന്റെ കോമൺ നെയിംസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് IUPAC സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ പഠിക്കാം. A systematic name of an organic compound is generally derived by identifying the parent hydrocarbon and the functional groups attached to it. ഇത് എക്സാമ്പിൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഇവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിൻ ഇതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആ കാർബൺ ചെയിൻ ആയിരിക്കും നമ്മുടെ പാരന്റ് ചെയിൻ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതല്ലാതെ പിന്നെ ബ്രാഞ്ചസും ഫങ്ഷണൽ ഗ്രൂപ്പ്സും ഉണ്ടോ നമ്മൾ നോക്കും. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ്, അതൊരു ബ്രാഞ്ച് ആണ്. പിന്നെ OHും ഇവിടെയുള്ള Br ഗ്രൂപ്പ്, ഇത് രണ്ടും എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. By further using prefixes and suffixes, the parent name can be modified to obtain the actual name. Compounds containing carbon and hydrogen only are called hydrocarbons. എന്താണ് കാർബൺ ഹൈഡ്രജൻ മാത്രമുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ ഹൈഡ്രോകാർബൺസ് എന്ന് വിളിക്കുന്നു. ഹൈഡ്രോകാർബൺ is termed saturated if it contains only carbon single bond. അപ്പം നമ്മുടെ ഹൈഡ്രോകാർബണിൽ കാർബൺ സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടിന് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് നമ്മൾ വിളിക്കും. The IUPAC name for a homologous series of such compounds is alkane. എന്താണ് കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ആൽക്കേൻ എന്ന് വിളിക്കുന്നു. അപ്പൊ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ബോണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് വിളിക്കുന്നു. അപ്പൊ ആദ്യം ആൽക്കേൻസിന്റെ IUPAC നോമെൻക്ലേച്ചർ നോക്കാം. First, straight-chain hydrocarbons. The names of such compounds are based on their chain structure and end with the suffix "ane." അപ്പം straight-chain hydrocarbons വരുമ്പോൾ വരുന്നു, എല്ലാം സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ അതിന്റെ സഫിക്സ് നമ്മൾ AN എന്ന് എഴുതുന്നു, ANE. ആൽക്കേന്റെ ANE അത് നമ്മൾ അവസാനം എഴുതും. And carry a prefix indicating the number of carbon atoms present in the chain. അപ്പൊ നമുക്ക് ആ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മളൊരു പ്രിഫിക്സ് കൊടുക്കും. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ മീഥൈനിൽ ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ പ്രിഫിക്സ് എന്ന് പറയുന്നത് മെത്താണ്. മെത്തിന്റെ കൂടെ നമ്മൾ AN ചേർത്ത് മീഥൈൻ നമ്മൾ എഴുതും. പിന്നെ 2 കാർബൺ വരുമ്പോൾ പ്രിഫിക്സ് എത്ത്, 3 വരുമ്പോൾ പ്രൊപ്പ്, 4 വരുമ്പോൾ ബ്യൂട്ട്, 5 വരുമ്പോൾ പെന്റ്, 6 വരുമ്പോൾ ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നൺ, 10 ഡെക്ക്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട എന്നാലും ജസ്റ്റ്
അറിഞ്ഞിരിക്കുക 20 കാർബൺ വരുമ്പോൾ നമ്മൾ ഐക്കോസിനും 30 ട്രൈ അക്കൗണ്ടിനും. നമ്മൾ നെയിമിങ്ങിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും അതിന് ഇതാണ് പേര് നമ്മൾ അറിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര കാർബൺ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പ്രിഫിക്സ് എഴുതുന്നു. എല്ലാം സിംഗിൾ കാർബൺ ബോണ്ട് ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ പ്രിഫിക്സ് ആൽക്കേലിന്ന് എയും കൂടെ ചേർത്ത് നമ്മൾ മൊത്തം പേര് പറയുന്നു. ഓക്കെ, അടുത്തത് ബ്രാഞ്ച് ചെയിൻ ഹൈഡ്രോകാർബൺ. അപ്പൊ നമ്മളിപ്പോൾ സ്ട്രേറ്റ് ചെയിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതിനകത്തല്ല, ഈ സ്ട്രേറ്റ് ചെയിനിൽ ബ്രാഞ്ചിങ് വരുമ്പോൾ ഉള്ള നെയിമിങ് അതാണ് പറയാനുള്ളത്. പിന്നെ ബ്രാഞ്ച് ചെയിൻ കോമ്പൗണ്ട് സ്മോൾ ചെയിൻസ് ഓഫ് കാർബൺ ആറ്റംസ് ആർ അറ്റാച്ച്ഡ് അറ്റ് വൺ ഓർ മോർ കാർബൺ ആറ്റംസ് ഓഫ് ദി പാരന്റ് ചെയിൻ. സ്മോൾ കാർബൺ ചെയിൻസ് ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ എന്താണ്, ഈ നമ്മുടെ പാരന്റ് ചെയിനിൽ ഒന്നോ അതിലധികമോ ബ്രാഞ്ച് ഗ്രൂപ്പുകൾ വരാം. ആ ബ്രാഞ്ച് ഗ്രൂപ്പ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് നമ്മൾ വിളിക്കും. ഇവിടെ നോക്കാം, ഇവിടുത്തെ പാരന്റ് ചെയിൻ ഒന്നെങ്കിൽ നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഇത് വേണമെങ്കിലും പാരന്റ് ചെയിൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ബ്രാഞ്ച് ആവും. രണ്ടെടുത്താലും സെയിം തന്നെ വരുന്നത് ഔട്ട്കം. അപ്പം എങ്ങനെ എടുത്താലും ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു CH3 ഗ്രൂപ്പാണ് അല്ലേ. ഇവിടെ നോക്കുക, രണ്ടാമത്തെ കോമ്പൗണ്ടിൽ ഇവിടെ 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് CH2CH3 ഗ്രൂപ്പ് ഉണ്ട്, ഒന്ന് CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ CH3 ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അതേപോലെ CH2CH3 ആണെങ്കിൽ നമ്മൾ അതിനെ ഈഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണെങ്കിൽ നമ്മൾ ആൽക്കല YL അവസാനം ചേർത്തുകൊണ്ടാണ് നമ്മൾ നെയിമിൽ അതിനെ കാണിക്കുന്നത്, ബ്രാഞ്ചിനെ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് നോക്കാം. In order to name such compounds, the names of alkyl groups are prefixed to the name of the parent alkane. അപ്പൊ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചിങ് ആൽക്കൽ ഗ്രൂപ്പിന് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് അവിടെ എഴുതും. An alkyl group is derived from a saturated hydrocarbon by removing the hydrogen atom from the carbon. ഇല്ല, അപ്പൊ നമുക്കൊരു ആൽക്കൽ ഗ്രൂപ്പ് എങ്ങനെ കിട്ടും? നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ മീഥൈൽ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്തല്ലേ, CH4 എന്ന മീഥൈനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കിട്ടിയതാണ് മീഥൈൽ ഗ്രൂപ്പ്. ഇല്ല, അതേപോലെ തന്നെ C2H6 നമുക്കറിയാം ഈഥൈൻ ആണ്, അതിനകത്ത് നിന്ന് ഒരു ഹൈഡ്രജനെ കളഞ്ഞുകൊണ്ട് നമുക്ക് C2H5 ഈഥൈൽ ഗ്രൂപ്പിനെ കിട്ടി. എന്നിട്ട് അതിന്റെ പ്രിഫിക്സ് നമ്മൾ YL ചേർക്കും അല്ലേ. മെത്തിന്റെ കൂടെ നമ്മൾ YL ചേർത്ത് മീഥൈൽ എന്ന് വിളിച്ചു, എത്തിന്റെ കൂടെ YL ചേർത്ത് ഈഥൈൽ എന്ന് വിളിച്ചു അല്ലേ. ഇവിടെ നോക്കുക, മീഥൈൻ CH4 അത് ബ്രാഞ്ച് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ CH3 ആവുന്നു. അപ്പൊ അതിനെ മീഥൈൽ എന്ന് വിളിച്ചു. ഈഥൈന് ഈഥൈൽ, പ്രൊപ്പൈന് പ്രൊപ്പൈൽ, ബ്യൂട്ടൈന് ബ്യൂട്ടൈൽ, ഡെക്കൈന് ഡെക്കൈൽ. Abbreviations are used for some alkyl groups. For example, methyl is abbreviated as Me. അപ്പൊ methyl നമുക്ക് Me എന്ന് എഴുതാം, ഈഥൈലിന് ET എന്ന് എഴുതാം, പ്രൊപ്പൈലിന് PR, ബ്യൂട്ടൈലിന് BU. ആൽക്കൈൽ ഗ്രൂപ്പ്സ് ക്യാൻ ബി ബ്രാഞ്ച്ഡ് ഓൾസോ. നമുക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സ് അതും എന്താണ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളാവാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് CH3CH3 അതും ഒരു ബ്രാഞ്ച് ആയിട്ട് വരാം, അല്ലെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരാം, ഐസോബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരാം, ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരാം, നിയോപെന്റൈൽ ഗ്രൂപ്പ് വരാം. അപ്പൊ ഇതും എന്താണ് ബ്രാഞ്ചസ് ആയിട്ട് വരാം. ഓക്കെ, കോമൺ ബ്രാഞ്ച് ഗ്രൂപ്പ്സ് ആർ സ്പെസിഫിക് ട്രിവിയൽ നെയിംസ്. നമുക്കിവിടെ ഓൾറെഡി പറഞ്ഞ ഈ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത നെയിമിംഗ് എങ്ങനെ നോക്കാം. ഈ ഗ്രൂപ്പുകൾ വരുന്നു, ഈ നെയിമിംഗ് എങ്ങനെ നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ചസ് ചെയിൻ ആൽക്കൈൽ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് ഓഫ് ഓൾ ദി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇൻ ദി മോളിക്യൂൾ ഇസ് ഐഡന്റിഫൈ. ഇവിടെ ഏറ്റവും വലിയ ചെയിൻ എവിടെയാണ് കിട്ടുന്നത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ഈ എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ചെയിൻ എടുക്കാം ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയിൻ എടുക്കാം. ഇപ്പൊ നമ്മൾ 2 എക്സാമ്പിൾ പറഞ്ഞു, ചെയിൻ എടുക്കാം. അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ഇങ്ങനെ വന്ന് ഇത് ചെയിൻ ആയിട്ട് എടുക്കാം. ഇവിടെ 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ ചെയിൻ ഏതാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ചെയ്തേക്കുന്ന ഈ ചെയിൻ ആണ് ഏറ്റവും വലുത്, കാരണം അതിന്റെ 9 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതേസമയം ഇവിടെ ഇങ്ങനെയായിരുന്നു എടുത്തിരുന്നെങ്കിൽ അവിടെ 8 എണ്ണേ വരത്തുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ കാർബൺ ചെയിൻ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിളിൽ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ഇവിടെ എടുത്തത് 8 കാർബൺ ഉള്ളതാണ്, പക്ഷെ അവിടെ 9 കാർബൺ ഉള്ള ചെയിൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എടുക്കുന്നത് തെറ്റാണ്. ഓക്കെ, ആ വലിയ കാർബൺ, ഏറ്റവും വലിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത എന്താ നോക്കാം. The carbon atoms of the parent chain are numbered to identify the parent alkane and to locate the positions of the carbon atoms at which the branching takes place due to the substitution of alkyl groups in place of hydrogen atom. നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ നമ്പറിങ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കണം. നമ്പറിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്പറിങ് എന്താ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം അല്ലേ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ നമ്പർ ചെയ്യാം. 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ നമ്പറിങ് നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്പർ നമ്മൾ ചെയ്യുമ്പോൾ
നമ്മുടെ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ ഈ കേസിൽ നമ്മൾ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചിങ് എവിടെയൊക്കെ വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് ബ്രാഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ബ്രാഞ്ചസ് വരുന്നത് സെക്കൻഡിലും സിക്സ്ത്തിലുമാണ്. നമ്മൾ റൈറ്റിൽ ബ്രാഞ്ച് ചെയ്തതും 4ലും 8ലുമാണ്. അപ്പൊ നമുക്കിവിടെ ചെറിയ നമ്പേഴ്സ് വരുന്നത് ബ്രാഞ്ചിങ് വരുന്നത് ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്ത് വരുമ്പോഴാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദി നെയിംസ് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് as a branch are then prefixed to the name of the parent alkane and position of the substituents is indicated by the appropriate numbers. If different alkyl groups are present, they are listed in alphabetical order. ഇപ്പൊ നമുക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താണ് ബ്രാഞ്ച് നമുക്ക് അതിന്റെ പൊസിഷൻ നമ്മൾ നമ്പർ വെച്ച് കാണിക്കുന്നു. അതിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, ആൽക്കൽ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എഴുതുന്നു, YL ചേർത്ത് നമ്മൾ പേര് എഴുതുന്നു. മാത്രമല്ല ബ്രാഞ്ചിന്റെ പേര് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം പ്രിഫിക്സിൽ എഴുതാൻ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി 2 ബ്രാഞ്ച് ഉള്ളത് മീതൈലും ഈതൈലും ആണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ഈതൈലായിരിക്കണം മീതൈലിനേക്കാളും എഴുതേണ്ടത്. കാരണം ഇ എന്ന് പറയുന്നത് എമ്മിനേക്കാളും മുമ്പാണ് വരുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ. അപ്പൊ നമ്മൾ പേര് എഴുതുമ്പോൾ ഇവിടെ 6th പൊസിഷനിൽ 6 ഈതൈൽ വരും, 2 മീതൈൽ വരും. 6 ഈതൈൽ 2 മീതൈൽ നൺ. നമ്മുടെ കാർബൺ ചെയിന്റെ പ്രീഫിക്സ് നൺ എ. ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ പേര് വരിക. അതാണ് ഇവിടെ പറയുന്നത്. ബ്രാഞ്ചിങ് ഗ്രൂപ്പ്സിന്റെ പേര് നമ്മൾ നമ്പർ ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് നമ്പറിലാണ് എഴുതുന്നതെങ്കിലും പേര് എഴുതുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ പേര് നെയിമിൽ. ഇഫ് 2 or more identical substituent groups are present, the numbers are separated by commas. നമുക്ക് ഒന്നിലധികം ഒരേ ഗ്രൂപ്പ് വന്നിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ 2 മീതൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേര് എങ്ങനെ വന്നേനെ, 6 ഈതൽ. അപ്പോഴും നെയിമിങ് ഇതനുസരിച്ച് നോക്കാം ഇല്ലേ. എന്നിട്ട് 2 ഡൈമീതൈൽ വന്നു, 2 ഡൈമീതൈൽ, 6 ഈതൈൽ 2 ഡൈമീതൈൽ നൺ എന്ന് വന്നു. അപ്പൊ ഒന്നിൽ കൂടുതൽ ഒരേ ഗ്രൂപ്പ് വന്നാൽ ഏത് പൊസിഷനാണ് വരുന്നത് അതോടെ നമ്മൾ അത്രയും നമ്പർ കോമൺ ഇട്ട് നമ്മൾ നമ്പർ എഴുതാം. അപ്പൊ ഇവിടെ സെക്കൻഡ് പൊസിഷൻ അല്ല 3rd പൊസിഷനിലും കൂടെ ഒരു മീതൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 2 3 ആയി പോയി, 2 3 ഡൈമീതൈൽ വന്നു. അപ്പൊ ആ പൊസിഷൻ നമ്മൾ പേരിൽ കാണിക്കും. എന്നിട്ട് എത്ര എണ്ണം ഉണ്ട്, ഇപ്പൊ നമ്മൾ 2 എണ്ണം വന്നപ്പോൾ നമ്മൾ ഡൈ വെച്ച് പറഞ്ഞു, 3 എണ്ണം വന്നാൽ ട്രൈ പറയാ, 4 എണ്ണം വന്നാൽ ടെട്ര പറയാ, 5 എണ്ണം വന്നാൽ പെൻഡ, 6 എണ്ണം വന്നാൽ ഹെക്സ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോവാം. While writing the name of the substituents in alphabetical order, these prefixes, however, are not considered. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കേസിൽ നമുക്ക് 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക, 3 ബ്രാഞ്ചിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പേര് എഴുതുമ്പോൾ ഡൈ മീതയിൽ നമ്മൾ എഴുതുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ ഡൈയുടെ ഡി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, മീതന്റെ എമ്മ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എണ്ണത്തിന്റെ പ്രീഫിക്സ് ആയിട്ടുള്ള സാധനം നമ്മൾ പേര് എഴുതുമ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഗ്രൂപ്പിന്റെ പേരിന്റെ ആൽഫബറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ. ഇപ്പം ഡൈമീതയിൽ നോക്കുമ്പോൾ ഡൈമീതയില് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഡി കൺസിഡർ ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ആ ഡി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അതിന്റെ എം മാത്രം കൺസിഡർ ചെയ്യും. നമ്മൾ ഡി കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഈതലിന്റെ ഈനേക്കാളും മുമ്പ് വരുന്നതാണ് ഡി. നമ്മൾ പേര് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ആരെ എഴുതത്തുള്ളൂ, ഈതലിനെ എഴുതുള്ളൂ. നമ്പറിന്റെ പ്രിഫിക്സ് ആയിട്ടുള്ള ആൽഫബറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോമ്പൗണ്ട് നോക്കുക, ഇവിടുത്തെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഈ 5 എണ്ണം ഉള്ള കാർബൺ ചെയിൻ ആണ്. ഓക്കെ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്താലും റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്താലും നമ്പറിങ് സെയിം വരത്തുള്ളൂ. സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലെ CH3 ഗ്രൂപ്പ് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്റെ പേര് എഴുതി എന്താണ് 2,4 ഡൈമീതൈൽ പെന്റേൻ. ഇവിടെ നോക്കുക, ഇവിടെ ഒരു CH3 ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഓക്കെ, ഇവിടെ 5 കാർബൺ ഉള്ള ചെയിൻ ഉണ്ട്. അതിനകത്ത് നോക്കുക, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്താൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്താൽ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂൻസ് സെക്കൻഡ് പൊസിഷനിൽ വരുന്നുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ ചേരുന്നെങ്കിൽ എങ്ങനെ നമ്പർ വന്നതന്നെ, ഇവിടെ 2 പിന്നെ 4 4 വന്നു. അപ്പൊ നമ്മൾ ചെറിയ നമ്പർ വരുന്നതാണ് ആദ്യം എടുക്കേണ്ടത്. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്യുമ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂൻസ് സെക്കൻഡ് പൊസിഷൻ വരും. അത് നമ്മൾ ഫോളോ ചെയ്യും. 3 എണ്ണം ഒരേ ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ ട്രൈ എന്നുള്ള പ്രിഫിക്സ് അവിടെ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നെയിം എഴുതുമ്പോൾ 2 2 4 ട്രൈ മീതൈൽ പെന്റേൻ വരും. അതേപോലെ തന്നെ ഇവിടെ അടുത്ത കോമ്പൗണ്ട് നമുക്ക് തന്നേക്ക് നോക്കാം. അങ്ങോട്ട് എടുത്ത് എഴുതാം.
നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ നമ്പർ ചെയ്യുന്നത്? നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റ്, ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ വരുന്ന ഏതാണ്? ഇതാണ് നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ, കാർബൺ ചെയിൻ വരുന്നത് അല്ലേ. അപ്പൊ അതിനെ നമ്പർ ചെയ്യാം. രണ്ട് രീതി നമുക്ക് നമ്പർ ചെയ്യാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്മൾ നമ്പർ ചെയ്താൽ 1 2 3 4 5 6 7 അല്ലേ. ഇനി റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്താൽ 1 2 3 4 5 6 7. അപ്പൊ നമ്മൾ ഏത് നമ്പറിങ് എടുക്കണം? നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുന്നത് എവിടെയാണ്? 3 4 4ലാണ് അല്ലേ. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്പർ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് എവിടെയാണ്? 4 4 5ലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? 3 4 4, അതാണ് ലോവർ നമ്പർ വരുന്നത്. അപ്പൊ അത് നമ്മൾ എടുക്കുക. നമ്മൾ ചുവന്ന എഴുതിയേക്ക് നമ്മൾ മൊത്തം കളയാം. അപ്പൊ നമ്മൾ നമ്പർ ചെയ്തു. ഇനി ഏതൊക്കെ ഗ്രൂപ്പിലുള്ളത്? തേർഡ് പൊസിഷനിൽ നമുക്ക് ഈതേൽ ഗ്രൂപ്പ് ഉണ്ട്. ഫോർത്ത് പൊസിഷനിൽ നമുക്ക് 2 മീതേൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഏത് എഴുതണം? എമ്മിനെക്കാളും മുമ്പ് വരുന്നതാണ് ഇ. അപ്പൊ നമ്മൾ ഈതേൽ ഗ്രൂപ്പ് ആദ്യം എഴുതുക. അപ്പൊ നമുക്ക് എങ്ങനെ വരും പേര്? തേർഡ് പൊസിഷൻ 3 മീതൈൽ. പിന്നെ ഫോർത്ത് പൊസിഷൻ നമുക്ക് 2 എന്താണ് മീതേൽ ഗ്രൂപ്പ്. ഒരു കൂടെ ഈതേലാണ്, തെറ്റിപ്പോയതാണ്. 3 ഈതൈൽ. 3 ഈതൈൽ, 4 4 ഡൈമീതൈൽ. ഡൈമീതൈൽ. പിന്നെ ചെയിനിന്റെ സെറ്റ് എ. ഇതാണ് നമ്മുടെ പേര്. ഇങ്ങനെയാണ് നമ്മൾ ബ്രാൻഡിങ് വരുമ്പോൾ നെയിമിംഗ് നടത്തുന്നത്. അടുത്ത, if two substituents are found in equivalent positions, the lower number is given to the one coming first in the alphabetic list. അപ്പൊ നമുക്ക് ഇവിടെ ഈ ചെയിൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ചെയ്താലും റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്താലും ഒരേ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നത് അല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ചെയ്താലും നമുക്ക് തേർഡ് പൊസിഷനും സിക്സ്ത് പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നത്. അപ്പൊ ആ കേസിൽ നമ്മൾ എങ്ങനെ നമ്പർ ചെയ്യണം? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂന്റ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്പർ ചെയ്യണം. ഏതിനാണോ എന്താണ് ആദ്യം വരുന്ന ആൽഫബറ്റ് ഉള്ളത് അതിന് നമ്മൾ ചെറിയ നമ്പർ കൊടുക്കുന്ന രീതിയിൽ. ഇപ്പൊ ഇവിടെ മീതൽ ഗ്രൂപ്പാണ് ഉള്ളത്. നമുക്ക് ഈതേൽ ഗ്രൂപ്പാണ് ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വരുന്നത്. അപ്പൊ അതിന് ചെറിയ നമ്പർ കൊടുത്തോണ്ട് നമ്മൾ നമ്പർ ചെയ്യാം. The branched alkyl groups can be named by following the above mentioned procedure. However, the carbon atom of the branch that attached to its root alkene is numbered 1 as exemplified. നമുക്ക് ബ്രാഞ്ച്ഡ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുവാണെങ്കിൽ, ചിലപ്പോൾ ഇതൊരു ബ്രാഞ്ചിങ് ഗ്രൂപ്പായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനായിരിക്കും ഫസ്റ്റ് പൊസിഷൻ നമ്മൾ കൊടുക്കുക. പിന്നെ സെക്കൻഡ്, തേർഡ്. അപ്പൊ അങ്ങനെ ആണ് നമ്മൾ നമ്പർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിന് നെയിം ഈ ഇതൊരു ബ്രാഞ്ച് ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നെയിം ചെയ്യും? ഇതെന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന CH ആണ്. മിസ്റ്റേക്ക് ആയിരുന്നു, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ നോക്കുവാണെങ്കിൽ ഇതൊരു ബ്രാഞ്ച് ആയിട്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതും. നമ്മൾ ഫസ്റ്റ് കാർബൺ ഒരു മീതൈൽ ഉണ്ട്, തേർഡ് കാർബൺ ഒരു മീതൈൽ ഉണ്ട്. കാരണം 1 3 ഡൈമീതൈൽ ബ്യൂട്ടൈൽ. അതിന് നമ്മൾ YL ചേർത്ത് ബ്രാഞ്ചിങ് ആയിട്ട് നമ്മൾ കാണിക്കും. ഓക്കെ. The name of first branched chain alkyl group is placed in parenthesis while naming the compound. അപ്പൊ ഇങ്ങനെയുള്ള ബ്രാഞ്ചിങ് ഉള്ള ബ്രാഞ്ച് ഗ്രൂപ്പ്സ് വന്നാൽ നമ്മൾ അതിന്റെ പേര് എഴുതുമ്പോൾ അതിന് നമ്മൾ പാരന്തസിസ് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നമ്മൾ നെയിം ചെയ്യുമ്പോൾ എഴുതും. ഓക്കെ. While writing the trivial names of substituents in alphabetical order, the prefixes iso and neo are considered to be part of the fundamental name of the alkyl group. The prefix secondary and tertiary are not considered to be part of the fundamental name. അപ്പൊ എന്താ നമ്മൾ ഈ ബ്രാഞ്ച് ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ് അവർക്ക് പ്രിഫിക്സ് ഐസോ നിയോ എന്നുള്ള പ്രിഫിക്സ് നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ നെയിമിട്ട് എഴുതാൻ പറ്റും. പക്ഷേ സെക്കൻഡറി ടെറിസറി അത് നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽ നെയിമിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് നമ്പർ ചെയ്ത് തന്നെ എഴുതണം. അവിടെ നമുക്ക് സെക്കൻഡറി ടെറിസറി എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. ഇപ്പം തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി നെയിമിംഗ് നമുക്ക് നാളെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.